ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ചില സമയത്തെങ്കിലും നമ്മൾ മിസ് ഔട്ട് ചെയ്യുന്ന ആക്സെഞ്ചർ സൈഡിൽ നിന്ന് നമുക്ക് കിട്ടണ ബെനിഫിറ്റ്സിനെ കുറിച്ചാണ്. അതിപ്പോൾ ഞാൻ പറയുന്നത് എല്ലാവർക്കും ഒരേ ബെനിഫിറ്റുകളാണ് കിട്ടുക. കാരണം എല്ലാവരും പല ലെവലിൽ നിൽക്കുന്നവരായിരിക്കും. അതായത് അസോസിയേറ്റ് റോളുകളിൽ, അനലിസ്റ്റ് റോളുകളിൽ, ഇങ്ങനെ പല പല റോളുകളിലായിരിക്കും എല്ലാവർക്കും ഒന്നാണ് കിട്ടുന്നതെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ അസോസിയേറ്റ് റോളിലാണ് ഞാനുള്ളത്. അപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ മിസ് ഔട്ട് ചെയ്തു. ഫ്രഷറായി നമ്മളൊരിടത്ത് കയറുമ്പോൾ നമുക്ക് എല്ലാത്തിനെ കുറിച്ച് അറിയണമെന്നില്ല. അവരെന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എന്ത് പ്രൊവൈഡ് ചെയ്യണില്ല എന്നതിനെ കുറിച്ചൊന്നും നമുക്ക് കറക്റ്റ് ഡീറ്റെയില് അറിയണ്ടാവില്ല. അപ്പം ഞാനിതൊരു ആസ് എ റിമൈൻഡർ എന്ന് പറയാം, നമ്മൾ ശ്രദ്ധിക്കുക എന്തൊക്കെ ഉണ്ട് എന്തൊക്കെ ഇല്ല എന്നുള്ളതിനെ കുറിച്ച് എന്നുള്ളത്. ഞാനിത് ഉണ്ടാക്കാൻ വേറൊരു കാരണം എന്താണെന്ന് വെച്ചാൽ റീലൊക്കേഷൻ റീഇംബേഴ്സ്മെന്റ് ഉണ്ടായിരുന്നു എനിക്ക്. ഞാനത് കറക്റ്റായി ക്ലെയിം ചെയ്തെടുത്തില്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ പറ്റുന്നതാണ്. നമുക്ക് അറിയില്ല എന്തൊക്കെ ബെനിഫിറ്റ് അവിടെ നിന്നുണ്ടെന്ന്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുക്കണേ. അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെ ഓഫർ ലെറ്ററിൽ എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുമെന്ന് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അത് നല്ലപോലെ വായിച്ചിട്ട് മനസ്സിലാക്കുക. ഏതൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ക്ലെയിം ചെയ്യാൻ, ഏതൊക്കെ കാര്യങ്ങളാണ് നമുക്ക് റീഇംബേഴ്സ് ചെയ്യാൻ, എന്തൊക്കെയാണ് അലവൻസ് ആയി കിട്ടുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മുടെ ഓഫർ ലെറ്ററിൽ ഉണ്ടാവും. അത് കറക്റ്റായി ശ്രദ്ധിക്കുക, വായിക്കുക, മനസ്സിലാക്കുക. ഇപ്പം ഇൻ കേസ് ഇതിനെ കുറിച്ച് കറക്റ്റ് അറിവില്ല എന്ന് വയ്ക്കുക, നമ്മുടെ അനലിസ്റ്റ് റോളിൽ അല്ലെങ്കിൽ അസോസിയേറ്റ് റോളിൽ കുറച്ച് മുന്നേ കയറിയവരോടോ ആരുടെയെങ്കിലും ആയിട്ടൊക്കെ ചോദിച്ച് നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതിൽ പിന്നത്തെ എനിക്ക് പറയാനുള്ള ചിലർക്കെങ്കിലും അറിയാത്തതായിരിക്കും ഈ അക്കോമഡേഷൻ കിട്ടുന്നത്. 14 ദിവസം അക്കോമഡേഷൻ കിട്ടുന്നതിനെ കുറിച്ച് അറിയാത്തവരുണ്ടായിരിക്കും. പിന്നെ റീലൊക്കേഷൻ റീഇംബേഴ്സ്മെന്റിനെ കുറിച്ച് ഞാൻ ഇപ്പോൾ പറഞ്ഞു. അത് എന്തൊക്കെയാണ് ട്രാവൽ ചെയ്തത്. അതായത് ഇപ്പോൾ കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് നമ്മൾ മൂവ് ചെയ്യാണ്. അപ്പോൾ കർണാടകയിൽ മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ട്രെയിൻ അല്ലെങ്കിൽ ബസ് ഏത് വഴിയാണോ നമ്മൾ അവിടെ എത്തിയത് അതിന്ന് കിട്ടുന്ന നമ്മുടെ ഇതുണ്ടല്ലോ, നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അത് കറക്റ്റ് ലെജിറ്റായിട്ട് അവർക്ക് തോന്നുന്ന രീതിയിലുള്ള ബില്ലുകളും കാര്യങ്ങളും ടിക്കറ്റും കാര്യങ്ങളും എല്ലാം വേണം. അപ്പോൾ അത് ഒക്കെ അറ്റാച്ച് ചെയ്താൽ നമുക്കതിൻ്റെ റീഇംബേഴ്സ്മെൻറ്റ് കിട്ടും. അത് കഴിഞ്ഞ് അടുത്ത് പറയാനുള്ളത്, എൻ്റെ ഓഫർ ലെറ്ററിൽ വേറൊരു കാര്യമുള്ളത്, ഇൻ്റർനെറ്റ്, ഫോൺ റീചാർജ് അങ്ങനത്തെ കാര്യങ്ങളിലുള്ള എത്രയാണ് വരണേ അത് റീഇംബേഴ്സ് ചെയ്യാൻ പറ്റും. അതൊരു മാക്സിമം ലിമിറ്റ് ഉണ്ട്. നമുക്ക് ഇത്ര രൂപ വരെ റീചാർജ് ചെയ്യാം, ഇൻ്റർനെറ്റും ഫോണും കൂട്ടിയിട്ട്. അപ്പോൾ ആ പൈസ നമുക്ക് റീഇംബേഴ്സ് ചെയ്യാം. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഓഫർ ലെറ്ററിൽ നോക്കുക ഉണ്ടോ, അതായത് ഇൻ്റർനെറ്റ്, ഫോൺ റീചാർജ് ചെയ്യണതിൻ്റെ, ഇൻ്റർനെറ്റിൻ്റെയും ഫോണിൻ്റെയും റീചാർജ് ചെയ്യുന്നതിൻ്റെ റീഇംബേഴ്സ് ചെയ്തെടുക്കാൻ പറ്റുമോ ഉള്ളതൊക്കെ നമ്മുടെ ഓഫർ ലെറ്ററിൽ ശ്രദ്ധിക്കുക. വേറെ ഇനി നെക്സ്റ്റ് പറയാനുള്ളത് എന്ന് വെച്ചാൽ നമ്മുടെ ഹെൽത്ത് ആൻഡ് വെൽബീയിങ്ങിന് ആവശ്യമായിട്ട് ഒരു 5000 പോയിന്റ്സ് കയറിയിട്ടുണ്ടായിരുന്നു എനിക്ക് ബെനിഫിറ്റ്സ് യുവിൽ. ഈ ബെനിഫിറ്റ്സ് യു പോയിന്റ്സ് നമുക്ക് എന്തിനൊക്കെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ പല പല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ കൾട്ട് ഫിറ്റിലേക്ക് നമുക്ക് ജിം മെമ്പർഷിപ്പ് അല്ലെങ്കിൽ യോഗ ട്രെയിനിങ്ങിനുള്ള മെമ്പർഷിപ്പുകൾ, പിന്നെ ഡയറ്റീഷ്യനെ വയ്ക്കാനുള്ളത്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ OP ടിക്കറ്റും കാര്യങ്ങളെല്ലാം എടുക്കുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ മെഡിബഡി ആപ്പ്, അതിലേക്ക് ഇത്ര പൈസ, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ടാക്സ് പ്ലാനിങ്ങിനുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ പല പല കാര്യങ്ങളിലുള്ള ബെനിഫിറ്റ്സ് പോയിന്റ്സ് കിട്ടാണ്ടാവും. അത് കറക്റ്റ്ലി നമ്മൾ വൈസായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. 5000 പോയിന്റ്സ് ആക്ച്വലി ഈക്വലൻ ടു 5000 റുപ്പീസ് ആണ്. സോ അത് കറക്റ്റായിട്ട് നമ്മൾ റീഇംബേഴ്സ് ചെയ്യുക, ഒന്നും മറക്കാതിരിക്കുക. റീഇംബേഴ്സ് അല്ല, അത് കറക്റ്റായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാം. അതാണ് ഞാൻ പറഞ്ഞത്. ഇനി വേറെ എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ, നമ്മൾ പ്രോജക്റ്റിലേക്ക് കയറുകയെന്നിരിക്കുക. പ്രോജക്റ്റിൽ കയറുമ്പോൾ നമുക്ക് ഏതൊക്കെ ഷിഫ്റ്റിൽ അലവൻസുകളുണ്ട്, കാര്യങ്ങളുണ്ട്, വേറെ എന്തെങ്കിലും ക്യാബ് ഫെസിലിറ്റീസ് ഉണ്ടോ, അല്ലെങ്കിൽ ഈ ട്രാവൽ അലവൻസുകളുണ്ടോ, അതായത് ഈച്ച് ഡേ നമ്മൾ ഷിഫ്റ്റിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിനുള്ള അലവൻസുകളുണ്ടോ, ഇതിനെക്കുറിച്ച് എല്ലാത്തിനെക്കുറിച്ചും നല്ലപോലെ മനസ്സിലാക്കി വെക്കുക. പിന്നെ വേറൊരു മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, കമ്പനി ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിനൊപ്പം ഇനിയിപ്പോൾ നമുക്ക് പാരൻസിനോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ, അതായത് സ്പൗസ് ആൻഡ് കിഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെയും കൂടി ആഡ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇൻഷുറൻസ് എടുക്കാം. അതിന് ചെറിയൊരു എമൗണ്ട് നമ്മുടെ എക്സ്ട്രാ വരും. നമ്മളുടെ ഇൻഷുറൻസ് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ഇനിയിപ്പോൾ ഫാമിലിൻ്റെയും കൂടി ആഡ് ചെയ്യണമെങ്കിൽ ഒരു ചെറിയ എമൗണ്ട് അതിലേക്ക് ഇത് പോവും. അപ്പോൾ അതിനെക്കുറിച്ച് അറിഞ്ഞു വയ്ക്കുക. ഇൻഷുറൻസ് ഉണ്ട്.
പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ റെക്കഗ്നൈസ് പോയിന്റ്സ് ഇതുവരെ ഞങ്ങൾക്ക് കയറിയിട്ടില്ല. റെക്കഗ്നൈസ് പോയിന്റ്സ് നമ്മുടെ ഷോപ്പിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് എല്ലാത്തിലേക്കും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതാണ് റെക്കഗ്നൈസ് പോയിന്റ്സ്. പിന്നെ വേറൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ സ്ട്രീം ട്രെയിനിങ് നടക്കുന്നുണ്ട്, ട്രെയിനിങ്സും കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും സർട്ടിഫിക്കേഷൻസോ കാര്യങ്ങളോ ഒക്കെ പഠിക്കാനുള്ള താല്പര്യങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ആകുമ്പോൾ പ്രോജക്റ്റിൽ കയറി അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മനസ്സിലാക്കുകയാണ് കാര്യങ്ങളെക്കുറിച്ച് വർക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ എനിക്ക് അഡ്മിനിസ്ട്രേഷൻ വർക്കുകളാണ് ഇപ്പോൾ ഉള്ളത്. അഡ്മിനിസ്ട്രേഷൻ വർക്കുകളിൽ അല്ലാതെ നമുക്ക് വേറെ എന്തെങ്കിലും പഠിച്ചെടുക്കണം, ക്ലൗഡിനെ കുറിച്ച് പഠിക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുറിച്ച് പഠിച്ച് സർട്ടിഫിക്കറ്റ് എടുക്കണം. അങ്ങനെ സർട്ടിഫിക്കേഷൻ എടുക്കുമ്പോൾ ആ സർട്ടിഫിക്കേഷൻ്റെ മേലെ വരുന്ന എത്ര രൂപയാണ് നമുക്കത് വേണ്ടി വരിക, അത് സർട്ടിഫിക്കേഷൻസിൻ്റെ മേലെ അത് റീഇംബേഴ്സ് ചെയ്യാൻ പറ്റും നമുക്ക് കമ്പനിയിൽ നിന്ന്. അപ്പോൾ നമുക്കതിൻ്റെ നമ്മുടെ മാനേജർ, ടീം ലീഡ് അവരുടെ എല്ലാവരുടെയും അപ്രൂവൽ ഉണ്ടായാൽ മതി. അവരുടെ അപ്രൂവൽ കിട്ടിയാൽ നമുക്ക് അതും റീഇംബേഴ്സ് ചെയ്ത് എടുക്കാൻ പറ്റും. അങ്ങനെ കുറേ പല പല ബെനിഫിറ്റ്സും കാര്യങ്ങളും നമുക്ക് ഉണ്ടായിരിക്കും. അത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഞാൻ പറയില്ല അസോസിയേറ്റ് റോൾസിന് കിട്ടുന്ന അതേ ഇത് തന്നെയാണ് എല്ലാവർക്കും എന്നൊന്നും ഞാൻ പറയില്ല. മേലെ ഉള്ളവർക്ക് കൂടുതൽ നല്ല നല്ല ബെനിഫിറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഓഫർ ലെറ്ററിൽ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടിയിട്ടുള്ളത് ചെയ്യുക, അതിനെക്കുറിച്ച് കറക്റ്റായി മനസ്സിലാക്കുക, അത് ചെയ്തു വെക്കുക. ഇതല്ലാതെ നമുക്ക് എന്തെങ്കിലും ഓഫർ ലെറ്ററിൽ മെൻഷൻ ചെയ്യാതെ വേറെ എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടോ കാര്യങ്ങളുണ്ടോ എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ നമ്മളെക്കാൾ മുന്നേ കയറിയ കുറച്ച് പേരുടെ അടുത്തൊക്കെ അന്വേഷിക്കുകയാണ്. അതായത് ഇതല്ലാതെ വേറെ എന്തൊക്കെയാണല്ലേ എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിച്ച് വെക്കാം. അപ്പോൾ എപ്പോഴും നമ്മുടെ കുറച്ച് സീനിയേഴ്സ് ആയവരോട് കണക്ഷൻ ഉള്ളത് നല്ലതാണ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ മെയിനായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനിയിപ്പോൾ കുറേ ഇതിനും കൂടുതൽ കാര്യങ്ങളുണ്ടോയെന്ന് ഞാനും പഠിച്ചു തരുന്നത് തന്നെ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഞാൻ എന്തെങ്കിലും മിസ് ഔട്ട് ചെയ്യണ്ടെങ്കിൽ ഫോർ ഷുവർ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എല്ലാം കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഞാൻ അതിന് റിപ്ലൈ തരും. സോ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ഓൾ.